മലപ്പുറം ജില്ലയിൽ ഊർങ്ങാട്ടിരി പഞ്ചായത്തിൽ വേഴക്കോട് 5-ാം വാർഡിൽ ആനപ്പാറ കോറി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനം മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ മലയായ ചെക്കുന്ന് മലയുടെ തടായിലാണ് അഥവാ ഒത്ത സെൻട്രലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവരുടെ കോറിയുടെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഭൂനിരപ്പിൽ നിന്നും അടിയിലേക്കാണ് ഇവർ തുരന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കലക്ടർക്കോ മറ്റുള്ള ബന്ധപ്പെട്ട അധികാരികൾക്കോ ഒരു പരാതി ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഈ കോറി ഉടനെ തന്നെ നിൽക്കുന്നതാണ്. കാരണം ഇത് ഭൂമിയിൽ നിന്നും അടിയിലേക്ക് കുഴിക്കാൻ ഒരാൾക്കും അവകാശമില്ല. അത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന കാരണത്താൽ ഇത് ചെക്കുന്നുമലയുടെ ഒത്ത സെൻട്രലാണ് ഇവരുടെ കോറി സ്ഥിതി ചെയ്യുന്നത്. മഴക്കാലമായതിനാൽ ഈ കോറിയിൽ ഈ വലിയ കുഴിയിൽ വെള്ളം കെട്ടി നിന്നിരുന്നു. ഇവർ ട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം പമ്പ് ചെയ്ത് കളയുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത്. ഇതിലുള്ള വെള്ളം എന്ന് പറയുന്നത് വെടിമരുന്നിൻ്റെ അംശം കലർന്ന വെള്ളം ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കുളിക്കുന്ന ആളുകൾക്ക് വലിയ ചൊറിച്ചിലും മറ്റു വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ക്യാൻസറിന് വരെ കാരണമാകുന്ന ഈ വെടിമരുന്നിൻ്റെ അംശമുള്ള വെള്ളമാണ് ഇവർ ജലാശയത്തിലേക്ക് ഒഴുക്കിവിടുന്നത്. നമ്മുടെ ചാലിയാർ പുഴയിലേക്കാണ് ഈ വെള്ളം വരുന്നത്. അതുകൊണ്ട് തന്നെ ചാലിയാർ പുഴയിൽ ഒരുപാട് കുടിവെള്ള പദ്ധതികളുണ്ട്. ആ കുടിവെള്ള പദ്ധതികൾക്കെല്ലാം ഈ ഒരു വെള്ളം ദോഷകരമാണ്. കാരണം വെടിമരുന്നിൻ്റെ അംശം ഈ കുടിവെള്ളത്തിൽ കലരുമെന്ന കാരണത്താൽ. അതുകൊണ്ട് തന്നെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ ഒരു കോറി പ്രവർത്തിക്കുന്നു എന്ന നേർക്കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇവിടെ വന്ന് സന്ദർശിച്ചുകൊണ്ട് ഈ മലിനജലം തോട്ടിലേക്കും പുഴയിലേക്കും ഒഴുക്കുന്നത് നിർത്തിക്കൊണ്ട് അതേപോലെ തന്നെ ഈ വലിയ ഗർത്തം മണ്ണിട്ട് മൂടാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. ഇത്രയും വലിയ വണ്ണമുള്ള പൈപ്പ് ഉപയോഗിച്ചാണ് ഇവിടെയുള്ള വെള്ളം വറ്റിക്കുന്നത്. ശക്തമായ ട്രാക്ടർ ഉപയോഗിച്ചുള്ള മോട്ടോർ കൊണ്ടാണ് ഈ ഒരു മോട്ടോർ പ്രവർത്തിക്കുന്നത്. ഇതാണ് കോറിയുടെ കാഴ്ചകൾ. അതുകൊണ്ട് തന്നെ ഈ മലിനജലം ഇവർ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെ ചാലിയാർ പുഴയിലേക്ക് ഒഴുക്കുകയാണ്. ഈ ചെക്കുന്നുമലയിലുള്ള ഈ വെള്ളം ചാലിയാർ പുഴയിലേക്കാണ് വരുന്നത്. എല്ലാം മലിനമാക്കുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ ചളി അടങ്ങി കിടക്കുകയാണ് ഇവിടെ. ഇത്രയും വലിയ ചളികൾ അടങ്ങി കിടക്കുകയാണ് ഇവിടെ. ആ ചളിയെല്ലാം ഇവിടെ വൻപോതി ഇവർ ഈ പൈപ്പിലൂടെയാണ് ഇത്രയും ശക്തമായ വെള്ളം ഇവർ കൊണ്ടുവരുന്നത്. വലിയ വണ്ണമുള്ള പൈപ്പ് ആയതുകൊണ്ട് തന്നെ ഏതു വലിയ കുളത്തിൽ നിന്നും അടിച്ചു വറ്റിക്കാമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതാണ് വെള്ളം പമ്പ് ചെയ്യുന്ന കാഴ്ച. ഇത്രയും ശക്തമായ ഫോഴ്സിൽ വെള്ളം അടിച്ചു ഒഴിവാക്കുകയാണ്. ഈ ചാലിലൂടെയാണ് ഈ വെള്ളം പോകുന്നത്. നമ്മുടെ ചെക്കുന്നുമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന വെള്ളമെല്ലാം തന്നെ കോരൽ തോട്ടിലൂടെയാണ് ഒഴുകിപ്പോകുന്നത്. വേഴക്കോട് 5-ാം വാർഡിലുള്ള ഇതിൻ്റെ മെമ്പർമാരൊന്നും കാണുന്നില്ല എന്നാണ് ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത്. ഇത്രയും കലങ്ങിയ ജലമാണ് ഇവർ യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ നമ്മുടെ കോലരത്തോട്ടിലേക്ക് ഒഴിക്കുന്നത്. ഈ കോലരത്തോട് ചാലിയാർ പുഴയിലേക്കാണ് പോകുന്നത്. അത് കടലിലേക്ക് പതിക്കുന്നു. ഇത് എല്ലാവിധ മലിനമായ അംശങ്ങളും ഈ ഒരു വെള്ളത്തിലുണ്ട്. കാരണം ഇതിൽ 100% തന്നെ വെടിമരുന്നിൻ്റെ അംശമുണ്ട്. വെടിമരുന്ന് വളരെയധികം മാരകമാണ്. ക്യാൻസറിനെ ഉണ്ടാക്കുന്ന ഒരു പ്രധാന കാരണമാണ് വെടിമരുന്ന്. ഇതാണ് ഇതിൻ്റെ കാഴ്ച.
വളരെ ശക്തമായി തന്നെയാണ് അവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും വെള്ളം ആ പൈപ്പിലൂടെ മാത്രം വരുന്നതാണ്. ഇവർ രാവിലെ ഓണാക്കി പോവും, എന്നിട്ട് അത് വൈകുന്നേരം വരെ വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്രയും വെള്ളം ഇതിലെ മലിനജലം ഇതിലെ ഒഴുകിപ്പോകുന്നു. ഇതാണ് ചെക്കുന്നുമലയിലെ ഒറിജിനൽ നീരുറവ. വളരെ തെളിഞ്ഞ വെള്ളമാണ് ഇതിലെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുളിക്കാനും കുടിക്കാനും വരെ ഉപയോഗിക്കാൻ പറ്റിയ വെള്ളമാണ് ഈ ഒരു അരുവിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ കാണുന്നതാണ് ആനപ്പാറ കോറിയിൽ നിന്നും വരുന്ന മലിനജലം. ഇത് നിങ്ങൾക്ക് ശരിക്കും വീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലാ കലക്ടർ ഇത് നേരിട്ട് വന്ന് സന്ദർശിച്ചുകൊണ്ട് ഈ കോറി അടച്ചുപൂട്ടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. വൻതോതിലാണ് ഈ മലിനജലം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് തെളിഞ്ഞ നീരുറവ. ഈ നീരുറവിലേക്ക് ഈ മലിനജലം കലരുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂർഗാട്ടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റും ഇവിടെ വന്ന് സന്ദർശിച്ചുകൊണ്ട് ഇതിനൊരു ശക്തമായ നടപടി സ്വീകരിക്കണം, അല്ലെങ്കിൽ ഇത് വലിയ വിപത്തിലേക്കാണ് പോകുന്നത്. മലിനജലം ചാലിയാർ പുഴയിൽ ഒരുപാട് ജല പദ്ധതികളുണ്ട്, കുടിവെള്ള പദ്ധതികളുണ്ട്. ആ കുടിവെള്ള പദ്ധതികൾക്കെല്ലാം ഈ ഒരു മലിനജലം വളരെയധികം വിനാശകരമാണ്.